കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരും ഒക്കെ കഴിഞ്ഞു. നട തുറന്നു. എന്താ പറയുക, പന്തീരടി പാലഭിഷേകം അതേപോലെ നവകാഭിഷേകം ഒക്കെ കഴിഞ്ഞ് നട തുറന്നു. ആ ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് നമ്മളെ ഭക്തരെ കാണാനായിട്ട് ഭഗവാൻ ഇരിക്കണതെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ വന്നൊന്ന് മഞ്ജുളാലിനെ ഒന്ന് പ്രദർശനം ചെയ്യാം. അതിനുശേഷം അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്നിട്ട് ഗണേശനെ കണ്ട് പ്രാർത്ഥിച്ച് സർവ്വവിഘ്നങ്ങളും മാറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതിനുശേഷം നമുക്ക് ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് പോരാം. അങ്ങനെ ഇന്നും ഇപ്പോൾ പുണ്യഹായി എണ്ണു അന്യമതസ്ഥൻ കയറിയിട്ട് അങ്ങനെ പുണ്യഹായി. അപ്പോൾ ഓരോരോ ഇന്നും ഇന്നലെയൊക്കെ മിക്കവാറും ദിവസം ഇപ്പോൾ പുണ്യഹ ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നേരം കുറച്ച് വഴുകുന്നത്. അങ്ങനെ എന്തായാലും ഓരോന്നും ഗുരുവായൂരപ്പൻ്റെ ഓരോരോ ലീലകൾ അങ്ങനെ ആയിട്ടാണ്. നമുക്ക് എന്തായാലും തൊഴാനായിട്ട് പോവാം. അപ്പോൾ ആ കൊടിമരം കാണാം. കൊടിമരത്തിൻ്റെ മുകളിൽ അലങ്കരിക്കപ്പെട്ടതൊക്കെ കണ്ട് വലിയ ബലിക്കല്ലും അതേപോലെ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് ആ വാതിൽപ്പടി അങ്ങോട്ട് കയറുമ്പോൾ ഇടതേ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠവും അതേപോലെ നിലാവിളക്കൊക്കെ കാണാം. അങ്ങനെ അത് കഴിഞ്ഞ് വലത്തെ സൈഡിലുള്ള ആദ്യത്തെ തൂണ് നോക്കിയിട്ട് തൊഴുത് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അതിമനോഹരമായ കാഴ്ച. നിറയെ ദീപാലങ്കാരം ഇങ്ങനെ കാണുന്നു. ഭഗവാന്റെ പൊന്നിൻ്റെ കളർ ഇങ്ങോട്ട് എത്തുന്നു. നമ്മളെ നയനത്തിലേക്ക് അതിൻ്റെ പ്രതിഫലനം വരുന്നു. അങ്ങനെ കാൽപാദം കാണാണ്ട് കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ പട്ടുകോണ കൊടുത്ത് അതേപോലെ അരമണി കിങ്ങിണിയൊക്കെ ചാർത്തി. കുറച്ച് വലിയ കുട്ടി തന്നെയാണ്. വലിയ വലിപ്പം പറയാനില്ല, കുറച്ചൊക്കെ വലിപ്പമുള്ളൊരു കുട്ടി. അങ്ങനെ നോക്കുമ്പോൾ വലത്തെ കയ്യിൽ വെണ്ണൂറിലുണ്ട്, ഇടത്തെ കയ്യിൽ ഓടക്കോഴിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അതാണ് ഇന്നത്തെ ആ ഒരു അലങ്കാരം. കൈവളകൾ ചാർത്തിയിട്ടുണ്ട്. തോൾവളകളുടെ സ്ഥലത്ത് ഓരോ ഗോപീതിലകം വെച്ചിട്ടുണ്ട്. കഴുത്തിൽ ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, അവിടെയുണ്ടൊരു ഗോപീതിലകം. അതേപോലെ നല്ല പുഞ്ചിരി, മായാത്ത പുഞ്ചിരി എന്ന് പറയില്ലേ, അതേപോലെയാണ് കാണുന്നത്. വളരെ മനോഹരമായ, എനിക്ക് വെണ്ണ കിട്ടിയിട്ടുണ്ട്, എൻ്റെ കയ്യിൽ ഓടക്കുഴലും ഉണ്ട് എന്നുള്ള ഒരു ഭാവത്തിൽ നമ്മളെ നോക്കി ചിരിക്കുകയാണ്. ആ ഒരു ചിരിയാണ് കാണുന്നത്. അങ്ങനെ ഗോപീതിലകം വെച്ചിട്ടുണ്ട് തിരുനെറ്റിയിൽ. പിന്നെ കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. പിന്നെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ പീലിത്തിരുമുടി കെട്ടിയിട്ടുണ്ട്. ആ തിരുമുടി മാല 2 എണ്ണം ഉണ്ട്. അതെന്താ വെച്ചാൽ വെളുത്ത പൂവാണ്, വെളുത്ത പൂവിൻ്റെ തിരുമുടി മാല. പിന്നെ ഉണ്ടമാല ഉണ്ട് അങ്ങനെ ചാർത്തിയത്. ഉണ്ടമാല ചാർത്തിയത് എന്താ വെച്ചാൽ വെളുത്ത പൂവ്, തുളസി, തെച്ചി അതേപോലെ തന്നെ. ഇന്ന് തുളസിക്കാണ് കൂടുതൽ, തുളസി കൂടുതലുണ്ട്. അതിൻ്റെ ഒപ്പം വെളുത്ത പൂവും കൂടി ഉണ്ടാകുമ്പോൾ ആ വെള്ളപ്പൂവിനും ഇങ്ങനെ നല്ല ശോഭയാണ് പുറത്തേക്ക് ഇങ്ങനെ കാണുമ്പോൾ. പിന്നെ ആ പൊന്നിൻ്റെ ഓടക്കുഴലും അതേപോലെ ഗോപീതിലകങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ കാണുമ്പോൾ ഭഗവാന്റെ വിഗ്രഹം നമുക്കിങ്ങനെ വേറിട്ട് കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു കാഴ്ചയാണ്. നല്ല ഇന്നലത്തെ ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ശ്രീകോവിലിലെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് ഇതായപ്പോൾ ഒക്കെ ഒന്ന് വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞതായപ്പോൾ നല്ല മനോഹരമായ കാഴ്ച. വളരെ അലങ്കാരത്തോട് കൂടിയിട്ട് ഭഗവാൻ ഇങ്ങനെ നമ്മളെ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് ശീവേലിയായി, എന്താ പറയുക, ഏകാശിയായി. ഇന്ന് അഷ്ടമി വിളക്കല്ലേ, ഇനി വൈകുന്നേരം വിളക്കൊക്കെ ആവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് മൂപ്പര്. എന്നെ കാണാൻ ഞാനിനി പുറത്തേക്ക് എഴുന്നള്ളല്ലോ, അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടോളൂ കേട്ടോ, എൻ്റെ സ്വർണ്ണക്കോലം കണ്ടോളൂ, ഞാൻ ആ കോലത്തിൽ ഇന്ന് എഴുന്നള്ളും എന്നൊക്കെ പറഞ്ഞ് 4ാമത്തെ റൗണ്ടിൽ എഴുന്നള്ളുന്നതൊക്കെ പറയാണ്. അതൊക്കെ പറഞ്ഞ് ഭക്തരോട് ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്, നിൽക്കുകയാണ് ആ ഒരു കാഴ്ച. വളരെ എന്താ പറയുക, വളരെ സന്തോഷത്തിലാണ്. നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ നമ്മളെയൊക്കെ കാണുമ്പോഴേ നമ്മളെ ഒരു വീട്ടിലേക്ക് നല്ല അതിഥി ഇങ്ങനെ വരുമ്പോൾ അതേമാതിരിയാണ് നമ്മളെങ്ങനെ എന്താ പറയുക, ഏറ്റവും കൂടുതൽ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനാണ്. വളരെ മനോഹരം. അങ്ങനെ നമ്മൾ ആ സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്ന് എല്ലാവരും മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചോളൂ. ഗുരുവായൂരപ്പൻ്റെ സോപാനപ്പടിയിൽ നിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും കണ്ടു തൊഴുതോളൂ. അത് കഴിഞ്ഞ് സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളിയും ഒക്കെ നോക്കി തൊഴുത് ആലിലക്കണ്ണനൊക്കെ കണ്ട് തൊഴുത് ഗ്രില്ലിനപ്പുറത്തേക്ക് ഇങ്ങനെ വന്ന സപ്തമാതാക്കളെ കണ്ടു തൊഴാം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്നത് ഗണേശൻ്റെ അടുത്താണ്. ഗണേശൻ്റെ അടുത്ത് ഇങ്ങനെ ഇപ്പോൾ നോക്കുമ്പോൾ
കളഭ ഇങ്ങനെ ഒരു ഏകദേശം നല്ല ചുവപ്പുള്ള പോലെ, അതായത് ഒരു ഇരുണ്ട ചുവപ്പുള്ള പോലത്തെ കളഭക്ക ഇതാണ്. അതിങ്ങനെ ശരിക്കും കുങ്കുമപ്പൂവിൻ്റെ കളഭത്തിൻ്റെ ആ ഒരു കളറ്. അങ്ങനെ മുഖത്തൊക്കെ അങ്ങനെ ആയി, മുക്കാ ഭാഗത്തോളം ആയിട്ടുണ്ട്. ബാക്കി താഴത്തേക്കൊന്നും അലങ്കാരം ആയിട്ടില്ല. അങ്ങനെ എന്നാലും നല്ല രസമായിട്ട് ഗോപിയൊക്കെ ഇങ്ങനെ വെച്ച് കിരീടമൊക്കെ വെച്ച് ഗണേശനും വളരെ സന്തോഷത്തിലാണ്. നല്ല മുഖത്തേക്ക് നോക്കിയാൽ നല്ല ചിരിക്കുന്ന പോലെ തന്നെ തോന്നുന്നു. നല്ലൊരു പ്രസന്ന ഭാവത്തിൽ. എന്താ വെച്ചാൽ എല്ലായിടത്തും ഇപ്പോൾ ശുദ്ധിയും ഇതൊക്കെ കഴിഞ്ഞുള്ള ആ ഒരു സന്തോഷത്തിലാണ്. ചൈതന്യം അങ്ങനെ കൂടി വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ആ ഒരു കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും ഗണേശനെ പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതി അറിയിലേക്ക് നോക്കി തൊഴാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ അങ്ങനെ കോർണറിലെത്തിയാൽ ആ ചെറിയ ഗണേശനെ കാണാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തി അവിടെ ഇന്നിപ്പോൾ ഉച്ചപൂജ മേൽശാന്തി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കളഭാലങ്കാരം ഉണ്ടായേണ്ടത് ഹരി നമ്പൂരിയാണ്. അപ്പോൾ ആ ഓദിക്കൻ ഹരി നമ്പൂരി അവിടെ ഇരിക്കണു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അതൊക്കെ കഴിഞ്ഞ് വാമനരൂപവും അതേപോലെ ഗജേന്ദ്രമോക്ഷമൊക്കെ കണ്ട് നമ്മൾ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും അനന്തശായിയായ അനന്തപത്മനാഭൻ്റെ അടുത്ത് വരുമ്പോഴും ധാരാളം പൂക്കൾ കേട്ടോ. ബ്രഹ്മാവിനൊക്കെ നല്ല വെളുത്ത പൂവും തുളസിയും കൂടിയൊക്കെ ചേർന്നിട്ടുള്ള മാലകൾ ഇങ്ങനെ ഉണ്ട്. ധാരാളം മാലകളുണ്ട്. മേലെയും ധാരാളം മാലകൾ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ കാൽപാദത്തിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് തൊഴുത് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ആ ഉഗ്രരൂപിയായ നരസിംഹത്തെ കാണാം. നരസിംഹത്തെ കണ്ട് അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് ബാക്കി വരുമ്പോൾ നമ്മൾ ദശാവതാര വിഗ്രഹങ്ങളുടെ ബാക്കിയുള്ള ശ്രീരാമചന്ദ്രനും ബലരാമനും അതേപോലെ ഭാർഗവരാമനെയൊക്കെ കണ്ട് തൊഴുത് കൃഷ്ണൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു തുളസിമാല ഉണ്ട്, അവിടെയും വന്ന് തൊഴുക. അത് കഴിഞ്ഞാൽ മുരുകനെ കാണാം. മുരുകനെ കണ്ട് തൊഴുത് അവിടെ കുറച്ച് ഭസ്മം തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഒന്നുമില്ല കേട്ടോ. ഒരു ഇപ്പോൾ ഇന്നലത്തെ അത്ര മാതിരിയുള്ള ഒരു തുള്ളി കുങ്കുമം എന്ന് പറഞ്ഞാൽ തൊടാൻ കിട്ടില്ല, അത്രയേ ഉള്ളൂ. ഒരാളും ഇപ്പോൾ മാലയൊന്നും ചാർത്തണില്ല കേട്ടോ ഹനുമാൻ സ്വാമിക്ക്, എന്താണാവോ. അപ്പോൾ എന്തായാലും നമുക്ക് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അചാഢ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച് ആ രാധാകൃഷ്ണ വിഗ്രഹവും അതേപോലെ കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ ഓവിൻ്റെ അവിടെ വരിക. ഓവിൻ്റെ അവിടെ വന്ന് വീണ്ടും ഭഗവാനെ പ്രാർത്ഥിച്ച് അതിൻ്റെ തൊട്ടടുത്തുള്ള ആ താമരക്കണ്ണനെ കണ്ട് തൊഴുക. കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് നേരെ അവിടുന്ന് കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കൊടിമരം ഇങ്ങനെ നല്ല വെളിച്ചത്തിൽ വെയിലിൽ ഇങ്ങനെ തിളങ്ങുകയാണ്, അത് കാണാം. അങ്ങനെ ആ നൃത്താറയും അതേപോലെ മണിക്കിണറൊക്കെ കണ്ട് തൊഴുത് കുറൂരമ്മേനെയും നാരദരെയും മേൽപ്പത്തൂരിനെയും അതേപോലെ വസുദേവരെയൊക്കെ ഇങ്ങനെ കണ്ട് തൊഴുത് വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. അതിനുശേഷം ഇടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് ഇങ്ങനെ വരാം. ഭഗവതിയുടെ അടുത്തെത്തുമ്പോൾ ഗോളക തന്നെയാണ്. പിന്നെ താഴത്തെ ചുവന്ന പട്ടിങ്ങനെ ഉടുപ്പിച്ചിട്ടുണ്ട്. ആകെ അതിൻ്റെ വിഗ്രഹത്തിന് മുകളിലും ചുവന്ന പട്ട് തന്നെയാണ്. ഇന്നലെ ഇപ്പോൾ ശുദ്ധിയൊക്കെ കഴിഞ്ഞതാണ്, അപ്പോൾ നല്ല ആയിട്ടില്ല. അതായത് ഇങ്ങനെ മുഖമൊന്നും വേറെ ചാർത്തായിട്ടില്ല. കാഴ്ച കാണാനുള്ളത് ഇപ്പോൾ അലങ്കാര രൂപി ആയിട്ടില്ല. അതായത് ഗോളക തന്നെ കാണാനുള്ളൂ. പിന്നെ ധാരാളം പൂക്കളുണ്ട്. അപ്പോൾ അമ്മേനെ പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ടു തൊഴുതു. അതിനുശേഷം നമ്മളിങ്ങനെ വന്ന് കോർണറിലെത്തിയാൽ തിരിഞ്ഞ് നിൽക്കുക. വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയിട്ട് മമ്മിയൂരപ്പനെ പോയിട്ട് ദർശിക്കുന്ന പോലെ സങ്കല്പിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കും ചെയ്യുക. എന്നിട്ടൊന്ന് പ്രദക്ഷിണം ചെയ്യുക. അപ്പോൾ മമ്മിയൂർ പോയി ദർശനം കിട്ടിയ പോലെയാവും.
അതിനുശേഷം നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വീണ്ടും വന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ വെണ്ണക്കണ്ണനെ ഒന്നുകൂടി കണ്ടു തൊഴാം, നമസ്കരിക്കാം. നമസ്കാരമൊക്കെ കഴിഞ്ഞ് കൂത്തമ്പലത്തിൽ വരുമ്പോൾ ആ കിടാവിളക്ക് ഇങ്ങനെ കത്തി നിൽക്കുന്നുണ്ട്, അത് കണ്ടു തൊഴാം. പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരുമ്പോൾ അയ്യപ്പസ്വാമിയുടെ അവിടെ നിന്ന് എന്താ വെച്ചാൽ ആ കിരീടമുണ്ട്, മുഖത്തൊന്നും കാര്യമായിട്ട് അലങ്കാരമില്ല. സ്വർണത്തിൻ്റെ ഗോപീതിലകം വെച്ചിട്ടുണ്ട്, അതേപോലെ വലിയ മാല ഉണ്ട്, അത്രയൊക്കെ തന്നെയുള്ളൂ. നെക്ലസ് പോലത്തെ മാല, അങ്ങനെ അതിൻ്റെ തിളക്കമുള്ളത്. പിന്നെ പാവുകൊണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്, ധാരാളം പൂക്കളുണ്ട്, അർച്ചന പൂക്കളും. അപ്പോൾ അയ്യപ്പസ്വാമി പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ പ്രദക്ഷിണം കഴിഞ്ഞ് അവിടുന്ന് വന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ടു തൊഴാം. പിന്നെ കൊടിമരത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ഗരുഡധ്വജനെയും കണ്ടു തൊഴുത് നമ്മൾ നേരെ പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് രുദ്രതീർത്ഥ കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ടു തൊഴാം. പിന്നീട് നാരായണാലയത്തിൽ വന്നിട്ട് ആ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ആ വിഗ്രഹം കണ്ടു തൊഴാം, കണ്ണൻ്റെ. അതിനുശേഷം ഭഗവതി നടയിലും അതേപോലെ കിഴക്കു നടയിലുള്ള വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഒന്നുകൂടി നോക്കി തൊഴുത് പ്രാർത്ഥിച്ച് നമ്മൾ തെക്കേ നടയിലേക്ക് പോയിരുന്നു. അവിടെ വന്ന കൂവളത്തിൽ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. അപ്പോൾ പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീ ദേവീനെയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അങ്ങനെ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. അതുപോലെ നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കിട്ടാൻ, അവരവർ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി നമുക്ക് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കാം. സാവിത്രിയുടെ മകൻ്റെ രോഗം മാറാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്, സാവിത്രി അന്തർജനം. അതേപോലെ പ്രേമകുമാരിയുടെ മകൾക്ക് കണ്ണനോട് ഭക്തി കൂടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പിന്നെ ഗീതാകുമാരിയുടെ ഭർത്താവിൻ്റെ അസുഖം മാറാൻ വേണ്ടിയിട്ട്, അതേപോലെ ശ്രീരാമകൃഷ്ണൻ ഉത്രം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാൻ വേണ്ടിയിട്ടാണ്. നന്ദകൃഷ്ണൻ മോളുടെ അസുഖം മാറാൻ വേണ്ടിയിട്ട്, അതുപോലെ രാജി അന്തർജനത്തിൻ്റെ മോളുടെ അസുഖം മാറാൻ വേണ്ടിയിട്ട്, അങ്ങനെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. അവരവരെ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ, അസുഖങ്ങളൊക്കെ മാറ്റി കൊടുക്കാൻ വേണ്ടി ഗുരുവായൂരപ്പൻ കനിയട്ടെ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. അപ്പോൾ ഇനി വൈകുന്നേരം ലൈവിൽ കാണാം.